വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കാഞ്ഞങ്ങാട് വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു ഹോം ടൂർ എടുക്കാമെന്ന് കരുതി. ഇവിടെ വന്നിട്ട് ഒരു ഹോം ടൂർ എടുക്കണമെന്ന് ഞാൻ ആദ്യമേ കരുതിയാണ്. പക്ഷേ വീടൊന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല. ആസ് യൂഷ്വൽ എല്ലാ വീടും പോലെ മെസ്സിയാണ്. നമ്മളെ വീട്ടിൽ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൾക്കാർ വരുമ്പോൾ നമ്മൾ സെറ്റാക്കില്ലേ, അതുപോലെ ഇടുകൂടി സെറ്റാക്കലില്ലേ, അതുപോലെ അമ്മ പറയുന്നുണ്ടായി വീടൊന്നും വൃത്തിയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ എല്ലാവരും വീട് പോലെ കണ്ടാൽ മതി. നമ്മൾ എല്ലാവരുടെയും വീട് എങ്ങനെയായിരിക്കും. ഇപ്പം രാവിലെ തന്നെ അച്ഛനും അനിയനും ഒക്കെ പണിക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും രാവിലത്തെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരിക്കും. അപ്പോൾ രാവിലെ എണീറ്റ് പോയ കിടക്കുക അങ്ങനത്തെ മെസ്സിനെസ് ഒക്കെ ഉണ്ടാവും. അത് എല്ലാ വീട്ടിലും ഒരുപോലെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൽ വലിയ പ്രത്യേകിച്ചൊന്നും കാണാൻ എനിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. അപ്പോൾ ആ വീട്ടിലേക്കൊന്ന് പോയാലോ, ബായോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മുറ്റം. എൻ്റെ കോഴിക്കോട് വീട് പോലെയല്ല, ഇവിടെ അത്യാവശ്യം നല്ല മുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുറ്റം, പിന്നെ അമ്മേൻ്റെ കുറച്ച് ചെടികൾ, അമ്മ റോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റോസിൻ്റെ ഒരു പ്രത്യേകത, ഇന്നലെ ഒരു പിങ്ക് ഈ കളറായിരുന്നു, ഇതിപ്പോൾ മാറി ഈ കളറായി. ഞാൻ ഇന്നലെ അത് ലൈവായിട്ട് കണ്ടു, കളർ മാറി മാറി വരുന്നത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതാ ഇവിടെയുണ്ട്. പിന്നെ കുറേ നമ്മളെ എന്താ പറയുക, കപ്പ, പേരക്കമരം, അങ്ങനെ കുറച്ച് മരങ്ങൾ, മൈലാഞ്ചി, മാവ്, അങ്ങനെ ഇവിടെയുണ്ട്. ഇതാ അമ്മ ആറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഞാൻ പണിയെടുക്കാത്ത പെണ്ണാന്നുള്ള അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. അമ്മ അവിടെ വാഷിംഗ് മെഷീനിൽ അലക്കി ആറിയിടുന്നു. അപ്പോൾ ഇത് നമ്മളെ മാവ്, ഇത് നമ്മളെ തൊടി, അപ്പുറത്ത് അതാണ് നമ്മളെ അടുക്കള. അങ്ങോട്ടേക്കൊക്കെ പോവാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഉള്ളിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ സിറ്റ് ഔട്ട്. ഇതാണ് നമ്മളെ ചന്ദ്രമതി. വലിയ ചന്ദ്രമതി കോയി തമ്പുരാട്ടിയാണ്. ചന്ദ്രമതി നമ്മളെ വൈബ് അമ്മമ്മ. എന്തെങ്കിലും പറയാണ്ടോ? നന്നായിട്ട് പാട്ട് പാടും. ഒരു കൃഷ്ണന്റെ പാട്ട് കാച്ചിയാലോ? ഒന്ന് പാട്. തികച്ചറിയണ്ട, ഒരു പാട്ട് പാടിക്കോ. പക്ഷെ നന്ന അടിപൊളിയായിട്ട് പാടും. ഞാൻ വെറുതെ പറയാം. രണ്ടുപേര് പാട്. ഇന്നലെ ഞാൻ പാടുന്ന കേട്ടതാ. ഒരു പാട്ട് പാട്. ഇല്ല ഇല്ല വീഴൂല. പറഞ്ഞു പാടിക്കോ, രണ്ട് പാട്ട്. ഇന്നലെ ഏതൊരു പാട്ട് പാടുന്ന കേട്ടല്ലോ, നല്ല ഒരു പഴയ പാട്ട്. ഏതെങ്കിലും പാടാം. അമ്മ എപ്പോഴും പാടുന്ന ഒരു കൃഷ്ണന്റെ പാട്ട് പാടല്ലേ. എന്നാ ഞാൻ ഫോൺ നോക്കിയിട്ട് പാടും. ഞാൻ അപ്പത്തേക്ക് ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം. അപ്പോൾ അതാണ് നമ്മളുടെ ഫ്രണ്ട് ഡോറ്. വീഴൂല. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പൂജാമുറി ഉണ്ട്. അത് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്കൊളുത്ത അവിടെയാണ്. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ അച്ഛൻ്റെ പത്രക്കെട്ടുകളും പിന്നെ ഒരു ചെറിയൊരു കട്ടിലും ഉണ്ട്. ഇവിടെ ആരും കിടക്കാറൊന്നുമില്ല, ജസ്റ്റ് ഒരു ഏരിയ കയറി വരുമ്പോൾ. പിന്നെ ഇതാണ് അമ്മമ്മേൻ്റെ റൂം. നമ്മളെ ഗായകി ചിത്ര അതാ പാട്ട് തരാൻ വന്നതാണ്. ഇവിടെ ഇസ്തിരി ഇടുന്നൊരു ഏരിയ ഉണ്ട്. ഇവിടെ അമ്മമ്മ പോവാനുള്ള തയ്യാറെടുപ്പാണ്. അതാ ശാരിക്ക് മുപ്പത്തി ഇസ്തിരി ഇട്ട് വെച്ചേക്കുവാണ് പോവാൻ വേണ്ടി. എവിടെയാണ് അമ്മമ്മേൻ്റെ സ്ഥലം? പാടിയോട്ടിച്ചാൽ അവിടെയാണ്. അപ്പം അമ്മമ്മ പാട്ട് തരയട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വീടൊക്കെ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മളുടെ ലിവിങ് ഏരിയ. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കത്തിയടിക്കലും ടി വി കാണലും എല്ലാ പരിപാടികളും. അപ്പോൾ ഇത് ലിവിങ് ഏരിയ. അപ്പോൾ നമ്മളെ ടി വി ഏരിയ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാലാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം. അച്ഛൻ പണിക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ ഇതാണ് അച്ഛൻ അമ്മയും കിടക്കുന്ന റൂം. പിന്നെ ഇത് നമ്മളെല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഒരു എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, ഒരു കസേര വിത്ത് ലോട്ട് ഓഫ് മടക്കാനുള്ള തുണികൾ. ഇത് അമ്മേൻ്റെ മേക്കപ്പ് സെറ്റും കാര്യങ്ങളും, നമ്മളുടെ കണ്ണാടി. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു ഏരിയ കാണാം. ഇവിടുന്ന് ഇത് നമ്മൾ ലിവിങ് തന്നെയാണ്. ലിവിങ് തന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ സൈഡിൽ അനിയൻ്റെ റൂം, ഈ സൈഡിൽ എൻ്റെ അബീൻ്റെ റൂമാണ്. അപ്പോൾ ഇതാണ് അനിയൻ്റെ റൂം വരുന്നത്. ഇപ്പോൾ ഉറങ്ങിയിട്ട് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അനിയൻ്റെ റൂം. ഒരു കണ്ണാടി, വാർഡ്രോബ് ഉണ്ട്. ഇത് നമ്മളുടെ ലൈക്ക് ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മളുടെ സ്വന്തം അബീൻ്റെ സ്വാധീൻ്റെ റൂം. അവിടുത്തെ ബാത്റൂം. പിന്നെ നമ്മൾ റൂം. അത് ഞാൻ കിടക്ക ജസ്റ്റ് തട്ടി വിരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ആ പുതപ്പ് മാത്രം ഒന്ന് തട്ടി. ഇതാണ് എൻ്റെ കണ്ണാടി. എൻ്റെ പൗച്ച്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രം പൗച്ചിലിട്ട് കൊണ്ടുവന്നതാണ്. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. വല്ലപ്പോഴല്ലേ ഇവിടെ വരാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമ്മളൊരു ഉണ്ണി ഗണപതി. പിന്നെ ഇവിടെ നമ്മളുടെ വാർഡ്രോബ് ഉണ്ട്. അവിടെ നമ്മളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഈ ലിവിങ് തന്നെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴും നമുക്കൊരു ടി വി കാണാൻ പാകത്തിനാണ് ലിവിങ് ഏരിയയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഓക്കെ, ഈ ഡൈനിങ് ഏരിയ കയറുന്നതിന് മുമ്പേ മുകളിൽ അബീൻ്റെ ബ്രദറിൻ്റെ ഒക്കെ ഫോട്ടോ, അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ ഫോട്ടോസ് ഉണ്ട്. കണ്ടില്ലേ എന്തൊരു സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ എൻ്റെ അബീൻ്റെയും കല്യാണ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. താഴെയുള്ള ആൾക്കാരെ നോക്കണ്ട,
ഇത് കണ്ടില്ലേ, ഞങ്ങൾ രണ്ടാളും നാച്ചുറലി കാൻഡിഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചിരിച്ചു നിന്നൊരു ഫോട്ടോ ആണ്. ഭയങ്കര ഫേവറേറ്റ് ഫോട്ടോസിൽ ഒന്നാണ് കേട്ടോ കല്യാണത്തിൻ്റെ. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ ഒന്നും ഇല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഫോട്ടോസൊക്കെ ഉള്ളൂ. കാരണം അഭി കുറച്ച് ക്യാമറ ഷൈ ആണ്, അതുകൊണ്ട് ഒന്നുമില്ല. പക്ഷെ ഇതാരും അപ്പുറത്തെ സൈഡിൽ നിർത്താണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഫോട്ടോ ആണ്, നല്ല ഫോട്ടോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഡൈനിങ്ങിലെത്തി. ഡൈനിങ്ങിൽ നിന്ന് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയിൽ നിന്ന് നേരെ നമ്മൾ കിച്ചണാണ്. കിച്ചണ് പറഞ്ഞ പോലെ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. നമുക്കിന്ന് ഇഡ്ഡലി ആയിരുന്നു, അതിൻ്റെ ഒരു കാര്യങ്ങളും. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്, ഇവിടെ നമുക്കൊരു എയർ ഫ്രയർ ഉണ്ട്. പിന്നെ ഇവിടെ നേരെ പോയാൽ നമ്മൾ വർക്ക് ഏരിയ, അമ്മതാ പണിയെടുക്കുന്നത്. വാഴ മുറിച്ച് എന്താ പരിപാടി അമ്മേ? ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഏരിയ ആണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. അങ്ങനെ നേരെ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടാണ് നമ്മളുടെ പുറം ലോകം ഇവിടെയാണുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ടെറസാണുള്ളത്, ബാക്കി ടെറസിൽ. ഞാൻ എന്തു പറയും, ഞാൻ എൻ്റെ ഭഗവാനോട് എന്തു പറയും, ഞാൻ ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും നിന്റെ വിഭവങ്ങൾ ഒക്കെയും അറിഞ്ഞോളും. എന്തു ചോദിക്കും ഞാൻ, എന്തു ചോദിക്കും ഞാൻ എൻ്റെ ഭഗവാനോട് എന്തു ചോദിക്കും ഞാൻ. ഒന്നും ചോദിക്കാതെ ഒക്കെയും തന്നോളും നിന്റെ അഭിഷ്ടങ്ങൾ ഒക്കെ നടന്നോളും. ഓ അടിപൊളി, കൊച്ചു കള്ളി സൂപ്പറായിട്ട് പാടി. ഓക്കെ, കേൾപ്പിക്കാം. അപ്പൊ അമ്മമ്മേന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? പറഞ്ഞെത്തുന്നു ഗായ്സ്, നമ്മളുടെ ഡാഡി പണി കഴിഞ്ഞ് വരുവാണ്. മരുമോക്ക് എന്താ കൊണ്ടുവന്നേ, അല്ലെങ്കിൽ സോറി മോക്ക് എന്താ കൊണ്ടുവന്നേ? എന്താ അത്? പച്ചക്കറി, കരിവാട് അല്ല മിക്സ്ചർ. ഓ മൈ ഗോഡ്, ബീഫ്, ഫിഷ്. അമ്മ എന്തോ വലിയ ഫിഷ്, എന്താ സാധനം കണ്ടോ? ഇതൊക്കെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ഈ അച്ഛൻ. ഇത്രയും സ്നേഹമുള്ള അച്ഛനെ വേറെ എവിടെയെങ്കിലും കിട്ടുമ്പോ പറ ഹായ്. അപ്പൊ ഇപ്പൊ പണി കഴിഞ്ഞ് വന്നാലേ, അപ്പൊ അതൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പൊ അച്ഛൻ വന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ, കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മളെ ഹോം ടൂർ ഫിനിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിലേക്കും കൂടെ പോകാനുണ്ട്, ടെറസ് കാണണ്ടേ, വായോ. ടെറസ് നമ്മൾ ഈ ഓട്ടോൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് പോകണം, അല്ലാതെ താഴെ മാത്രമേ ഉള്ളൂ, മുകളിൽ ടെറസ് മാത്രമാണ് ജസ്റ്റ്. ഇതൊരു ബാത്റൂം ആയിരുന്നു കേട്ടോ, ഒരു ബാത്റൂമും പിന്നെ ഇത് ടോയ്ലറ്റും ഇത് ബാത്റൂമുമാണ്. ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ബാത്റൂമാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു സ്റ്റോറേജ് പോലെ അങ്ങനെ വെച്ചിട്ടുള്ളൂ. വേറെ ഇതൊരു കിണറും കൂടെ ഉണ്ട്, അത് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതൊക്കെയാണ് നമ്മളുടെ സെറ്റപ്പ്. ഓക്കെ, താഴെ 1 2 3 4 റൂമുണ്ട്. മുകളിലേക്ക് റൂമൊന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ടെറസാണ്. നമുക്ക് ആറിടാനും പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പോവാം. അങ്ങനെ അധികം ആരും പോവാറില്ല, ജസ്റ്റ് മഴക്കാലം ആകുമ്പോൾ ആറിടാനൊരു സ്പേസ്. പിന്നെ നമ്മളുടെ അബീൻ്റെ ഡമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ആസ് യൂഷ്വൽ കുറേ ചപ്പ് ചവറുകൾ, പഴയ സോഫ, അമ്മേൻ്റെ തുണി. പിന്നെ ഇത് നമ്മൾ അടുക്കളേൻ്റെ മുകളിലാണ്. ഇവിടെ നമുക്ക് മാങ്ങയെല്ലാം പറിക്കാം. മാങ്ങ ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ മാവിലുള്ള മാങ്ങകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ പറിക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ നിന്ന് എത്തും നമുക്ക് കൈ കൊണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു ഹോം ടൂർ ഉള്ളത്. ഭയങ്കര വലിയ വീടോ ഒന്നുമല്ല, വീടിൻ്റെ വലിപ്പത്തിലൊരു കാര്യമില്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വീട്ടിനുള്ളിലുള്ള സമാധാനം, അതാണല്ലോ മെയിൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ വീട് തന്നെയാണ്. എൻ്റെ വീടും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ഞാൻ വീട്ടിലെത്തിയിട്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ മറന്നുപോയി അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഇതേപോലെ തന്നെ ഒരു കുഞ്ഞു വീട്, പക്ഷേ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാവരുടെയും വീട് പോലെ തന്നെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. ഇവിടെയും അതുപോലെ തന്നെ. പക്ഷേ നമ്മളെ മനസ്സ് ഹാപ്പി ആയിരിക്കും. നമുക്ക് എവിടെയാണോ നമുക്ക് പീസ്ഫുള്ളി ഇരിക്കാൻ പറ്റുന്നത്, അതാണല്ലോ ഒരു ഹോം എന്ന് പറയുന്നത്. ഒരു വീടിനേക്കാൾ ഉപരി ഹോം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റും. നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുക, അതൊരു സന്തോഷമാണല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണ്. ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഞാനുള്ളത്.
പിന്നെ അടി ഉണ്ടാവും, വഴക്കുണ്ടാവും. അത് ആസ് യൂഷ്വൽ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മ മക്കളെ കൂട്ടത്തിലുണ്ടാവുന്ന അടിയും വഴക്കുകളും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ആരും തമ്മിലില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടച്ച് വുഡ് സമാധാനമാണ്, കുഴപ്പമില്ല. അടിയും പിടിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം പറയുമ്പോൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ നമുക്ക് അടിയും പിടിയൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടിയും പിടിയൊക്കെ ഉള്ള എല്ലാ വീട്ടിലും ഉള്ള പോലെ വഴക്കും വെക്കാണോ ഒക്കെ ഉള്ള ഒരു ഫാമിലി തന്നെയാണ് ഞങ്ങളതും. പക്ഷേ അറ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് നമ്മളുടെ വ്ളോഗുള്ളത്. ഇതാണ് എൻ്റെ ഒരു കുട്ടി ഹസ്ബൻഡ് വീട്ടിലെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.